ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയും ഒക്കെ ചേർത്ത് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു 2 മുരിങ്ങക്ക ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മാങ്ങയും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഈ മുരിങ്ങക്കയുടെ ഈ പുറത്തെ ഈ കരിന്തുരി നമുക്ക് ചെറുതായിട്ടൊന്ന് ചീകിക്കളയണം. എന്നിട്ടിത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയും തോലൊക്കെ ഒന്ന് ചെത്തിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ഒരുപാട് പുളിയുള്ള മാങ്ങയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഈ മാങ്ങയ്ക്ക് അധികം പുളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 2 മാങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാങ്ങയുടെ ആ പുളിയുടെ അനുസരിച്ച് നമ്മൾ എടുത്താൽ മാത്രം മതി. അതുപോലെ 2 മുരിങ്ങയ്ക്കയെങ്കിലും നമ്മൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കണം. മുരിങ്ങക്ക ഞാൻ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ മുരിങ്ങക്കയും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങക്കായ നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് രണ്ടായിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മുരിങ്ങക്കായ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് മുരിങ്ങക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ മുരിങ്ങക്കയുടെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് ഇത് വേവാനായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും മഞ്ഞളും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. മുരിങ്ങക്കയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടില്ല. ഇനി ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ ഇതേ രീതിയിൽ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം മാങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് ഒന്നുകൂടി 2 മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. മാങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ അധികം സമയം നമുക്ക് എടുക്കത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. നമ്മളിത് തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി എത്രത്തോളം ചേർത്ത് കൊടുക്കാവോ അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ്. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ അരപ്പിനൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങക്കയും മാങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങക്ക ഒരുപാടങ്ങ് വെന്ത് പോകരുത് കേട്ടോ, വെന്തുടഞ്ഞു പോകരുത്. അതുപോലെ തന്നെ മാങ്ങയും ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. ഒന്ന് വെന്ത് കിട്ടണം, അത്രേ ഉള്ളൂ. നമ്മളൊന്ന് ഉടച്ച് നോക്കുമ്പോൾ അത് ഉടഞ്ഞു വരണം. ആ ഒരു രീതിയിൽ വെന്ത് വരാവൂ കേട്ടോ, മുരിങ്ങക്ക ആയാലും മാങ്ങ ആയാലും. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണ ഇതിനകത്ത് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാങ്ങയും മുരിങ്ങക്കയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നല്ലതുപോലെ തന്നെ അരഞ്ഞു കിട്ടണം, നല്ല മഷി പോലെ തന്നെ അരഞ്ഞു കിട്ടണം. അതുപോലെ നമുക്ക് തേങ്ങ അരയ്ക്കുമ്പം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ തേങ്ങയൊക്കെ അരച്ചെടുക്കുമ്പോൾ അന്നേരം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കറിയിൽ ഇതേ രീതിയിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ആ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്തെടുക്കുന്നുണ്ട്. അരപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലാക്കി വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തിളച്ച് കിട്ടും കേട്ടോ. ഈ കറി ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. നമ്മുടെ അരപ്പ് നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടണം. ഇടയ്ക്ക് ഇതേ രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ നിന്നുള്ള തിള വന്നിട്ട് നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ഇടയ്ക്ക് ഇതേപോലെ രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ കുറച്ച് കളറും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ ആ കറിക്ക്. മുരിങ്ങക്കായും പച്ചമുളകും നമ്മുടെ ആ കറിവേപ്പിലയും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ആ കറിക്ക് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇപ്പം മാങ്ങയുടെയും മുരിങ്ങക്കായുടെയും ഒക്കെ സീസണാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ നാടൻ കറികൾക്ക് എപ്പോഴും നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ കടുക് വറുത്തെടുക്കാനായിട്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കടുകൊക്കെ നല്ല രീതിയിലൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. വട്ടത്തിൽ അരിഞ്ഞെടുത്ത ചുവന്നുള്ളിയാണ്. അപ്പോൾ ആ ചുവന്നുള്ളി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ നമ്മുടെ ഈ ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചുവന്നുള്ളിയിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് ഞാൻ 2-3 വറ്റൽമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് ആ വറ്റൽമുളകും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ചുവന്നുള്ളിയും വറ്റൽമുളകും കൂടി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ചുവന്നുള്ളിക്ക് ആ ഗോൾഡൻ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ ഞാൻ നമ്മുടെ ഈ പാനിൻ്റെ ഒരു സൈഡിലേക്ക് ഇതൊന്ന് നീക്കി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടി ചേർത്ത എണ്ണ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ കറിക്ക് ആ ഒരു പ്രത്യേക ആ ഒരു കളർ കിട്ടും കേട്ടോ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കറിയൊക്കെ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആ മുളക് പൊടി ചേർത്ത് ആ എണ്ണ ഇതിലേക്ക് ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കറി ഇളക്കി ചേർക്കുമ്പോഴേ ആ കറിക്ക് നല്ലൊരു കളറാണ് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.